ട്രേഡ് മാർക്കിന്റെ പേര് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുന്നത് വല്ല ഗൂഗിളിലോ അല്ലെങ്കിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ അങ്ങനെ തന്നെയാണോ നമ്മൾ ഈ ഒരു ട്രേഡ് മാർക്കിന്റെ ഒരു പേര് ചൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ട്രേഡ് മാർക്ക് വൺസ് ഒരു ബ്രാൻഡ് നെയിം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം ആ പേരിൽ എന്തെങ്കിലും ബ്രാൻഡ്സ് ഉണ്ടോ. കാരണം SEO പെർഫോമൻസ് കുറച്ചുകൂടെ എങ്കിലും നമുക്ക് ഈസി ആക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയാസിൽ ആ പേരിൽ പേജ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ ഏറ്റവും മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടത്, ഒരു പക്ഷേ ഇതിലൊന്നും നമ്മൾ കണ്ടില്ല എന്ന് വരാം, പക്ഷേ ട്രേഡ് മാർക്ക് അത് അവൈലബിൾ ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് ട്രേഡ് മാർക്കിന്റെ പബ്ലിക് സെർച്ചിനകത്ത് കയറി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാനായിട്ട് കഴിയും. അത് പിന്നെ സാധാരണക്കാരനും അത് ചെക്ക് ചെയ്യാനായിട്ട് കഴിയും. പേര് അടിച്ചു കൊടുത്തിട്ട് ക്ലാസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും. പക്ഷേ അതൊരു കൺസൾട്ടന്റിനെ വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെറുതെ പേര് നോക്കുന്നത് മാത്രമല്ല, ട്രേഡ് മാർക്കിൽ ഫോണറ്റിക്സ്, ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു പക്ഷേ ഇപ്പോൾ ഗായത്രി എന്ന് പറയുന്ന ഒരു പേരാണെന്നുണ്ടെങ്കിൽ GAYTHRI ഗായത്രിയാണ്, THRY ഗായത്രിയാണ്, GAYTRI ഗായത്രിയാണ്, അവിടെ H വേണമെന്നില്ല. അപ്പം പല മിസ്പെയിൽ ചെയ്തിട്ട് നമുക്ക് സെയിം പ്രൊനൗൺസിയേഷനിൽ പല വേർഡ്സ് ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പം ഇതിനൊന്നും ട്രേഡ് മാർക്ക് കിട്ടത്തില്ല. അവിടെ ഉച്ചാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പ്രൊനൗൺസിയേഷൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. മാത്രമല്ല ട്രേഡ് മാർക്ക് നിയമത്തിൽ സെക്ഷൻ 9 പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ജിയോഗ്രാഫിക്കൽ നെയിം പാടില്ല, ഡിസ്ക്രിപ്റ്റീവ് ആവരുത് പേര്, ഒപ്പം തന്നെ ജനറിക് ടേം ആവരുത്. അപ്പം ഈ ക്രൈറ്റീരിയാസ് എല്ലാം ഈ പറയുന്ന പേര് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അപ്പം അതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കൺസൾട്ടന്റിനെ വെച്ചുകൊണ്ട് പേരൊന്ന് അതിൻ്റെ ഒരു റിസ്ക് അനാലിസിസ് നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നമ്മൾ ഈ ട്രേഡ് മാർക്ക് എടുക്കുന്നതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത്? ട്രേഡ് മാർക്ക് വൺസ് നമുക്കൊരു പേര് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളെ ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ ഫീസ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു കൊടുക്കുന്നു. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളതെല്ലാം അവർക്ക് അയച്ചു കൊടുക്കുന്നു. അവർക്കതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെയിം നമുക്ക് അയച്ചു തരുന്നു. ഇവിടെ നമ്മൾ IP മാസ്റ്ററിലാണെന്നുണ്ടെങ്കിൽ പേര് സെർച്ച് ചെയ്യുന്ന പ്രോസസ്സ് ഒരിക്കലും അവിടുത്തെ സെയിൽസ് പേഴ്സൺ അല്ല ചെയ്യുന്നത്. നെയിം ചെക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ സെയിൽസ് ചെയ്യുന്ന ഒരു വ്യക്തി ഓക്കെ സാർ ഈ പേര് ഓക്കെയാണ്, വേറൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അഷ്വർ ചെയ്ത് കൊടുക്കാൻ കഴിയത്തില്ല. അത് ഈ പറയുന്ന ട്രേഡ് മാർക്ക് ഏജന്റ്സോ അല്ലെങ്കിൽ അറ്റോർണീസോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഏജന്റ് കോഡ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അറ്റോർണി കോഡ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടോ അവർക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഇതിന് എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ട്രേഡ് മാർക്ക് ചെയ്ത് പരിചയിച്ചവർക്ക്, ഹിയറിംഗിലൊക്കെ അപ്പിയർ ചെയ്ത് ഒപ്പോസിഷന് റിപ്ലൈ ഫയൽ ചെയ്തിട്ടുള്ള പരിചയമുള്ളവർക്ക് മാത്രമാണ് ഇൻ കേസ് എന്തെങ്കിലും റിസ്ക് വന്നു കഴിഞ്ഞാലും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് അറിയത്തുള്ളൂ. സോ ഏത് രീതിയിലുള്ള പേരുകൾക്കാണ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും എക്സ്പോഷറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ്ലി ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് മാർക്ക് അറ്റോർണീസ് ഉണ്ട്. സോ അവരായിരിക്കും ഇവർക്കുള്ള കൺസൾട്ടേഷൻ കൊടുക്കുന്നതിൻ്റെ റിസ്ക് അനാലിസിസ് കൊടുക്കുന്നത്. അപ്പം അത്തരത്തിൽ ഏകദേശം ഒരു 70-80% കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ദെൻ നെയിം ഫയലിംഗുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പം അവിടെ ഇപ്പോൾ വേണ്ടുന്ന ഡോക്യുമെന്റ്സ് ഇപ്പം ഒരു ഇൻഡിവിജ്വൽ ആണ് അപ്ലൈ ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ഓണർഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അവരുടെ അഡ്രസ് പ്രൂഫ് മാത്രം മതിയാം, കൃത്യമായിട്ട് അഡ്രസ്സ് മാത്രം മതിയാം, പിന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഇത്രയും കാര്യങ്ങൾ മതി. ദെൻ അവർ ലോഗോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലോഗോൻ്റെ ഫയൽ കൂടി. പക്ഷേ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ പേരും ലോഗോവും സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ചായിരിക്കും പ്രൊഡക്ഷൻ കിട്ടുന്നത്, സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ കിട്ടത്തില്ല. അപ്പം അത് നമ്മൾ ഫോംസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു. ഒപ്പം തന്നെ ഇതിലൊരു POA, പവർ ഓഫ് അറ്റോർണി കൂടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പം അത് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു സ്റ്റാമ്പ് പേപ്പറിലാണ് ഇത് പ്രിന്റ് ഔട്ട് എടുക്കേണ്ടത്. അപ്പം ആ സ്റ്റാമ്പ് പേപ്പറിൽ ഇത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ക്ലയന്റ് സൈൻ ചെയ്തിട്ട് അതിൻ്റെ എല്ലാം PDF ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഡയറക്റ്റ്ലി വിസിറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ലോകത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഓൺലൈൻ ത്രൂ വാട്സപ്പിനെ ചെയ്യാനായിട്ട് കഴിയും. സോ അത് സൈൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 24 hours നമ്മളത് ഫയലിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഈ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ തുടക്കത്തിലൊക്കെ നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ പേരൊക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെന്ന് നമ്മൾ ഉറപ്പാക്കും. ഇവരെ ഇന്ന് POA നമ്മൾ സൈൻ ചെയ്ത് വാങ്ങും. ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബേസിക് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് അപ്പോഴും പേര് ഉണ്ടോ എന്നുള്ളത്. 2 കേസിൽ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിയ അതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞതും ആരോ ഇതേ പേരിൽ അപ്ലൈ ചെയ്തു. നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞു, ഇത് ആദ്യം ആരാണ് അപ്ലൈ ചെയ്യുന്നത് അവർക്കാണ് പ്രയോറിറ്റി കിട്ടുന്നത്, റൈറ്റ്? അപ്പോൾ ഇന്നലെ അപ്ലൈ ചെയ്തിരുന്നത് നമുക്ക് അത് ക്ലെയിം ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ സൈൻ ചെയ്യാൻ കിട്ടാനായിട്ട് കുറച്ച് വൈകിപ്പോയി. അപ്പം ഈ കേസിൽ നമ്മൾ പെട്ടെന്ന്, ഇത് ക്ലറിക്കൽ വർക്കാണ് വരുന്നത് ഈ ഫയലിംഗ് എന്ന് പറയുന്നത്. സോ അത് ആസ് ഏർലി ആസ് പോസിബിൾ 24 hours തന്നെ നമ്മളത് മാക്സിമം അത് ഫയലിംഗ് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഫയലിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour തന്നെ ട്രേഡ് മാർക്കിന്റെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് നമ്മുടെ ബ്രാൻഡ് നെയിം, ജസ്റ്റ് പബ്ലിക് സെർച്ചിനകത്ത് ബ്രാൻഡ് നെയിമും ക്ലാസ്സും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് കഴിയും. കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കാണാനായിട്ട് കഴിയും. അപ്പം അതിൽ മേ ബി ഇനീഷ്യലി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാലിറ്റി ചെക്ക് പാസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും കാണുന്നത്. ചിലപ്പോൾ ഫോർമാലിറ്റി ചെക്ക് ഫെയിൽ ആവാറുണ്ട്. അപ്പം അത് ഇന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ട്, നമ്മൾ കൊടുത്തിട്ടുള്ള ക്ലാസ് ഒരു വിഷയം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ
പവർ ഓഫ് അറ്റോർണി സ്റ്റാമ്പ് പേപ്പറിന്റെ വാല്യൂ ഒരു പക്ഷേ കുറവായിരിക്കാൻ ചെയ്തിട്ടുണ്ടാവുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ കേരളത്തിൽ 600 രൂപയാക്കിയിട്ടുണ്ട് സ്റ്റാമ്പ് പേപ്പർ, പണ്ട് 100 600 റുപ്പീസിന്റെ മാൻഡേറ്ററി ആയിട്ടും ചെയ്യേണ്ടതുണ്ട്. അത് അല്ലാത്തവർക്ക് ഇപ്പോൾ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ട്രേഡ് മാർക്ക് രജിസ്ട്രി. അപ്പം അത് ഫോർമാലിറ്റി ചെക്ക് പാസ് ആണോ ഫെയിൽ ആണോ എന്ന് അറിയാൻ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്റേണൽ എക്സാമിനേഷൻ ആണ്. അത് ഈ ട്രേഡ് മാർക്ക് എക്സാമിനർ ചെയ്യുന്നതാണ്. ഈ പേരുമായിട്ട് മറ്റേതെങ്കിലും പേരിന് സാമ്യമുണ്ടോ, ട്രേഡ് മാർക്ക് നിയമത്തിൽ സെക്ഷൻ 9 പറയുന്ന ജനറിക് ആണോ ഡിസ്ക്രിപ്റ്റീവ് ആണോ, ജിയോഗ്രാഫിക്കൽ ബ്രാൻഡ് ടേംസ് ഈ പറയുന്ന ബ്രാൻഡിൽ വരുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്ഷൻ ഉണ്ട് എങ്കിൽ, ഒബ്ജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ്, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും അവർക്ക് ഒരു ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്ഷൻ അവർ റേസ് ചെയ്യുന്നു. ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒബ്ജക്ഷൻ്റെ ഡേറ്റ് മുതൽ വിത്തിൻ 30 days 30 ദിവസത്തിനുള്ളിൽ ഇതിനുള്ള മറുപടി നമ്മൾ ഫയൽ ചെയ്യണം. അത് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് റെഫ്യൂസലായി പോവാം. ഇൻ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ചില സാഹചര്യത്തിൽ അവർ ഹിയറിംഗ് കൂടി വെക്കും. അപ്പം ഹിയറിംഗ് വെച്ച് കഴിഞ്ഞാൽ ആ ഹിയറിംഗ് ഡേറ്റ് അവർ അനൗൺസ് ചെയ്യും. അപ്പം ആ സമയത്ത് നമ്മൾ ട്രേഡ് മാർക്ക് ഏജൻസ് അല്ലെങ്കിൽ അറ്റോർണീസ് ആയിരിക്കും അത് അപ്പിയർ ചെയ്യുന്നത്. ഓൺലൈൻ ഹിയറിംഗ് ആയിരിക്കും. സോ അപ്പിയർ ചെയ്യുന്നു. അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ ഹിയറിംഗ്സ് 2-3 ഹിയറിംഗ്സ് ഒക്കെ ചില കേസസിൽ പോകാറുണ്ട്. അപ്പം ആ ഹിയറിംഗിന് ശേഷം ഒന്നില്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് മീൻസ് റെഫ്യൂസലായിട്ട് അത് വിടാം, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് വിടാം, നമുക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവാം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ മീൻസ് 4 മാസക്കാലം അക്സെപ്റ്റഡ് ആൻഡ് അഡ്വർടൈസ്ഡ് എന്ന് കണ്ട് 4 മാസക്കാലം ഇത് ജേർണലിൽ പബ്ലിഷ് ചെയ്യും. ഈ സമയത്ത് തേർഡ് പാർട്ടീസിന് മറ്റൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒപ്പോസിഷൻ ഫയൽ ചെയ്യാനായിട്ട് കഴിയും. റൈറ്റ്? അങ്ങനെ ആരെങ്കിലും ഒപ്പോസിഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒപ്പോസിഷൻ വന്ന് വിത്തിൻ 2 months നമ്മൾ അതിനുള്ള മറുപടി ഫയൽ ചെയ്യണം. ഓക്കെ, മറുപടി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടി വിത്തിൻ 2 months അവർ അതിനുള്ള എവിഡൻസ് നമുക്ക് ഫയൽ ചെയ്യും. അത് കിട്ടി വിത്തിൻ 2 months നമ്മൾ അതിനുള്ള എവിഡൻസ് തിരിച്ച് ഫയൽ ചെയ്യണം. അത് കിട്ടി വിത്തിൻ 1 month അവർ ഇങ്ങോട്ടേക്ക് അതിനുള്ള റിപ്ലൈ ഫയൽ ചെയ്യും. അത് കഴിഞ്ഞാൽ ഹിയറിംഗ് വയ്ക്കും. ഇത് വലിയ പ്രോസസ്സാണ്, മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ഈ ഡീലിംഗ്സ് എല്ലാം നമ്മൾ പ്രോപ്പർ ടൈമിൽ ചെയ്യേണ്ടതുണ്ട്. സമയം ഒരു ദിവസം വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ആൻഡ് ഓൾസോ ഈ ഒപ്പോസിഷൻ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും വളരെ ക്രൂഷ്യലാണ്. വളരെ കൃത്യമായിട്ടുള്ള ലോ പോയിന്റ്സ് വെച്ചുകൊണ്ട് കേസ് സ്റ്റഡീസ് വെച്ചുകൊണ്ട് വേണം നമ്മളത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ അതിനാണ് ഈ പറയുന്ന നല്ല ഏജൻറ്റ്സ് അല്ലെങ്കിൽ നല്ല അറ്റോർണീസിനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതെല്ലാം പണച്ചിലവുള്ള കാര്യം തന്നെയാണ്, നമുക്ക് ഒരിക്കലും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. 500 കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു സുപ്രീം കോടതി വക്കീലെ കിട്ടുമോ? ഇല്ല. നമുക്ക് അതിന് നല്ല കാശ് കൊടുക്കണം. എക്സ്പേർട്ടിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കാശ് കൊടുക്കേണ്ടതായിട്ട് വരും. 500 ലാഭത്തിന് നിങ്ങൾക്ക് കിട്ടും, പക്ഷെ ആ ക്വാളിഫിക്കേഷൻ അവർക്ക്, ക്വാളിറ്റി അവർക്ക് ഉണ്ടാവത്തുള്ളൂ. സോ ബ്രാൻഡ് എപ്പോഴും നമ്മുടെ ഒരു ബിസിനസ്സിൽ ഏറ്റവും വാല്യൂബിൾ അല്ലെങ്കിൽ വാല്യൂ ഉള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മിഷനറീസ് ഒന്നുമല്ല, ആ ബ്രാൻഡ് നെയിമാണ് അല്ലേ. നമ്മളൊരു മോളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ H&M എന്ന് കണ്ടു കഴിഞ്ഞാൽ H&M എന്ന് പറയുന്ന പേര് കണ്ടിട്ടാണ് നമ്മൾ അതിലേക്ക് കയറുന്നത്. ജോക്കി എന്ന് പറയുന്ന പേര് കണ്ടിട്ടാണ് നമ്മൾ അതിലേക്ക് കയറുന്നത്. റൈറ്റ്? അവിടുത്തെ വസ്ത്രം ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ബ്രാൻഡ് നെയിം കണ്ടിട്ടാണ്. അപ്പൊ ബ്രാൻഡ് നെയിമിന് ഉള്ള വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കണക്കൂട്ടാൻ കഴിയാത്തതാണ്. അത്രത്തോളം മൂല്യമുള്ള ഒരു കാര്യമാണ്. ഇത് കണ്ടിട്ടാണ് പല ഇൻവെസ്റ്റേഴ്സും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്രാൻഡിനെ നമ്മൾ കൊടുക്കുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള, ക്വാളിറ്റി ഉള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്ത് നമ്മളൊരു ബിസിനസിന്റെ ഒരു ഇപ്പോൾ എനിക്ക് കേട്ടപ്പോൾ തോന്നുകയാണ്, നമ്മൾ ഈ പേര് ചൂസ് ചെയ്യാനായിട്ട് മുന്നേ നമ്മളൊരു ട്രേഡ് മാർക്ക് എടുക്കുന്ന ഒരു ഏജന്റിന്റെ അടുത്ത് പോയി അവരുടെ ഒരു സജഷൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു അല്ലേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേക്കാൾ മുന്നേ തന്നെ. ഞാൻ ഏകദേശം ഒരു 10,000-ലധികം ട്രേഡ് മാർക്ക് കൺസൾട്ടേഷൻസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് 10,000-ഓളം ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു എന്നുള്ളതല്ല. കാരണം നമുക്ക് വരുന്ന ഒരു 10 അപ്ലിക്കേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 5-6 അപ്ലിക്കേഷൻസും അല്ലെങ്കിൽ 6 പേരുകളും നമുക്ക് എടുക്കാൻ കഴിയത്തായിരിക്കും. കാരണം ആ പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. റൈറ്റ്? അപ്പോൾ കിട്ടാത്ത പേരുകൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് മാത്രമല്ല ക്ഷീണം ഉണ്ടാക്കുന്നത്, എനിക്കും അത് ക്ഷീണം ഉണ്ടാക്കുക. കാരണം എന്റെ പേരാണ് അതിനകത്ത് ട്രേഡ് മാർക്ക് ഏജന്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. സിജുര, അത് എന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോകരുത്. എപ്പോഴും നമ്മൾ റിസ്ക് അനാലിസിസ് ചെയ്ത് കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഒരുപക്ഷെ ഒബ്ജക്ഷൻസ് വരാം, അല്ലെങ്കിൽ ഹിയറിംഗിലേക്ക് പോവാം. പക്ഷെ സ്റ്റിൽ അത് എത്രത്തോളം സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു കോൺഫിഡൻസ് ഈ പറയുന്ന ട്രേഡ് മാർക്ക് ഏജന്റിന് അല്ലെങ്കിൽ അറ്റോർണീസിന് ഉണ്ടെങ്കിൽ അത് വെച്ച് മുന്നോട്ട് പോവാം, അവരുടെ ഒരു ഉറപ്പുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ ഇപ്പൊ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള, ഇപ്പൊ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു രസകരമായിട്ടോ അല്ലെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ? അങ്ങനെ ഒരു ക്ലയന്റ് വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ക്ലയൻസ് ഉണ്ട്. അത് രസകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പവർ ഓഫ് അറ്റോർണി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പേടിയാണ് ഈ പവർ ഓഫ് അറ്റോർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ്, എൻ്റെ ബ്രാൻഡ് നെയിമിൽ ഇവനെ അടിച്ചു മാറ്റാനായിട്ടുള്ള പരിപാടിയാണ്, അത് സ്റ്റാമ്പ് പേപ്പറിലൊക്കെ ഞാൻ സൈൻ ചെയ്ത് കൊടുക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൊച്ചിയിൽ തന്നെ ഒരു
ഒരു പ്രൈവറ്റ് കമ്പനി 10-15-20 വർഷമായിട്ട് അവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അവർ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു, അവർ ഫീസും പേ ചെയ്തു. അത് കഴിഞ്ഞ് POA നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അയച്ചു കൊടുത്തു. അപ്പോഴാണ് അവർ നമുക്കിത് സൈൻ ചെയ്യാൻ കഴിയത്തില്ല, കാരണം ഇത് ഇങ്ങനെയൊന്നും പറ്റത്തില്ല, ഇത് ഞങ്ങൾ പറയുന്ന കുറേ ടേംസ് അതിനകത്ത് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്യാൻ കഴിയില്ല, വൈറ്റ് പേപ്പറിൽ ചെയ്താൽ മതിയോ. അപ്പം ഈ POA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. അതായത് നിങ്ങൾ ഡയറക്റ്റ്ലി അല്ലെ അപ്ലൈ ചെയ്യുന്നത്, ത്രൂ ഒരു ഏജന്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനും അതിന്റെ പ്രോസിക്യൂഷൻസ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഒബ്ജക്ഷൻ ആണെങ്കിലും ഹിയറിംഗിനാണെങ്കിലും അപ്പിയർ ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് കൊടുക്കുന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഒരിക്കലും ഈ പറയുന്ന ട്രേഡ് മാർക്ക് എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ള ഒരു അർത്ഥമല്ല വരുന്നത്. ഇവൻ ട്രേഡ് മാർക്ക് ക്യാൻസലേഷൻ ആണെന്നുണ്ടെങ്കിലും അതിന് ഈ പറയുന്ന അപ്ലിക്കന്റിന്റെ സിഗ്നേച്ചർ ഉണ്ടെങ്കിലേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈവൻ ഒപ്പോസിഷൻ നമ്മൾ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുകയാണെങ്കിലും ആ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് അപ്ലിക്കന്റിന്റെ സിഗ്നേച്ചർ വേണം, എങ്കിലേ നമുക്കത് മൂവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പം ഇങ്ങനത്തെ കേസ് പറഞ്ഞുകൊണ്ട് നമുക്ക് 2 കേസിൽ നമ്മൾ എമൗണ്ട് റീഫണ്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അത് ഫയൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അത് ഫോർമാലിറ്റി ഫെയിൽ ആയിട്ട് വരും. അത് നമുക്ക് ക്ഷീണമാണ്, കാരണം അത് എന്റെ ബ്രാൻഡ് വാല്യൂവിന് കൂടെ ബാധിക്കുന്ന ഒരു വിഷയമാണത്. അപ്പം അവരത് ഒരുപക്ഷെ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, അവർ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടാവും, ഒരുപക്ഷെ അത് സംബന്ധിച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു നോളജ്, ഒരു ബേസിക് ഒരു നോളജ് ഇതിൽ ശരിക്കും പറഞ്ഞ ബിസിനസ് ഓണേഴ്സിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. ട്രസ്റ്റ് ആണ് വേണ്ടത്. ട്രസ്റ്റ് അത് നമ്മൾ ഇപ്പം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻസിനെ അവരെ ഏൽപ്പിക്കുന്ന സമയത്ത് അവരെ മേലൊരു ട്രസ്റ്റ് വേണം, റൈറ്റ്? അതുപോലെ തന്നെ ഒരു വക്കീലിനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുന്ന സമയത്ത് അവരെ മേലൊരു ട്രസ്റ്റ് വേണം. അതല്ലാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ചോദ്യം ചെയ്യാൻ ChatGPT അങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന് ഒരു ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പം ഇതേപോലെ തന്നെയാണ് നമുക്കൊരു ട്രസ്റ്റ് ഈ പറയുന്ന ലോയർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലീഗൽ കൺസൾട്ടന്റിന്റെ മേലെ വേണം. അപ്പം കാരണം അവരൊരിക്കലും നിങ്ങളുടെ ബ്രാൻഡ് നെയിം കിട്ടരുത് എന്നുള്ള രീതിയിലൊന്നും അഡ്വൈസ് ചെയ്യത്തില്ലല്ലോ. അത് മാക്സിമം വാങ്ങി തരാനേ നോക്കത്തുള്ളൂ. അവരുടെ റെപ്യൂട്ടേഷൻ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അപ്ലിക്കേഷൻ നമുക്ക് റിഫ്യൂസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ടാണ്, റൈറ്റ്? സോ അപ്പൊ അവരെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഈ ബിസിനസ്സുകാരൻ ഈ ലീഗൽ പോയിന്റ്സ് എല്ലാം ബിസിനസ്സുകാരൻ 100 കൂട്ടം പരിപാടികൾ വേറെ ചെയ്യാനുണ്ട്. അവിടെ ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവനിരുന്ന് ഒറ്റയിരുന്ന് പഠിച്ചിട്ട് ചെയ്യണം, നടക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ട്രേഡ് മാർക്കിന്റെ നിയമങ്ങൾ ഇരുന്ന് ട്രേഡ് മാർക്ക് റൂൾസും ആക്ടും എല്ലാ പ്രോട്ടോകോൾസും എല്ലാം ഇരുന്ന് പഠിച്ചിട്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതിനാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഒരു ഫാക്ട് അവിടെയാണ് വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന ഇപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ പോലെ ഒരുപാട് ബിസിനസ് എല്ലാവരും ബിസിനസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന സമയത്ത് പുതിയത് വരുന്ന ഒരു ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് അല്ലെങ്കിൽ എന്തൊക്കെ അവരുടെ അടുത്ത് പറയാനുള്ള ഒരു ട്രേഡ് മാർക്ക് ഏജന്റ് എന്നുള്ള രീതിയിലൊന്നും മാത്രമല്ല, എന്തായിരിക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ഇത്? ഇന്ന് 2 രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഒന്ന് ട്രെൻഡിനെ ഫോക്കസ് ചെയ്തിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താണോ ട്രെൻഡ്, ബൺമസ്ക ട്രെൻഡാണ്, അപ്പോൾ എങ്കിൽ പിന്നെ ആ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വലിയ എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡെഫിനറ്റ്ലി ട്രെൻഡ് എന്ന് പറയുന്നത് ട്രെൻഡാണ്, അത് ലോങ് ടേം അല്ല, അത് ഷോർട്ട് ടേം ആണ്. അടുത്ത മാസം ഒരു പക്ഷേ മറ്റൊരു പ്രൊഡക്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പം ഇതിൽ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് നാളെ ഒരു പക്ഷേ ഡിമാൻഡ് ഉണ്ടായിന്ന് വരത്തില്ല. അപ്പം പ്രൊഡക്റ്റ് മാറ്റേണ്ടതായിട്ട് വരാം, ബിസിനസ് മാറ്റേണ്ടതായിട്ട് വരാം. സോ ട്രെൻഡ് ബേസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഷോർട്ട് ടേമിലേക്കുള്ള ബ്രാൻഡിങ് ആക്ടിവിറ്റീസ് അവർ ചെയ്യാം. അല്ലാതെ ലോങ് റണ്ണിലേക്ക് വലിയൊരു എമൗണ്ട് അവർ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതിന്, റൈറ്റ്? സോ ആൻഡ് ആൾസോ ലോങ് ടേമിലേക്ക് പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഹോംവർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാം, ബ്രാൻഡ് പ്രോപ്പറായിട്ട് അസസ് ചെയ്യുക, അതിന്റെ റിസ്ക് അനാലിസിസ് പ്രോപ്പറായിട്ട് ചെയ്യാം, ഡൊമൈൻ പ്രോപ്പറായിട്ട് നമുക്ക് മീൻസ് ഡൊമൈൻ കിട്ടുന്നുള്ളൊരു പോസിബിലിറ്റി കണ്ടു കഴിഞ്ഞാൽ 10 ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തുകൊണ്ട് 10 സ്ഥലത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആ ബ്രാൻഡ് നെയിം മീൻസ് ആ ഒരു ഡൊമൈൻ കിട്ടിയെന്ന് വരത്തില്ല, അത് ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് സെക്കൻഡ് മാർക്കിൽ ഇട്ടുണ്ടാവും. അപ്പം ഇതെല്ലാം നമുക്ക് ഒരു ബ്രാൻഡ് നെയിമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അത് ലീഗലി അങ്ങ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ആൻഡ് അതിന് നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്യുക, അതിന് കൺസൾട്ടൻസിന് വെച്ചുകൊണ്ട് തന്നെ പരമാവധി ചെയ്യാനായിട്ട് നോക്കുക. ഒരു പക്ഷേ പലർക്കും അത് അഫോർഡബിൾ ആയിന്ന് വരത്തില്ല. അഫോർഡബിൾ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതിന് സമയം സ്പെൻഡ് ചെയ്യുക, ഒന്നില്ലെങ്കിൽ സമയം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ പൈസ ഇറക്കുക. ഇതിൽ രണ്ടിൽ ഏതാണ് പറ്റുന്നത് അത് ചെയ്യുക.